ഗായ്സ്, സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ട്രെക്കിങ്ങിനാണ് കേട്ടോ. സോ ആക്ച്വലി നമ്മൾ പോകുന്നത് പൊരുവാരി റോക്ക് പെയിൻറ്റിങ് കാണാനാണ് ഇന്ന്. സോ ഇത് തമിഴ്നാട് നടത്തുന്ന ഒരു ട്രെക്കിംഗ് ആണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് റിസപ്ഷൻ്റെ ഏരിയ. വളരെ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. എൻ്റെ ബാക്കിലൊക്കെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഞാൻ കാണിക്കാം. ഇതാണ് കേട്ടോ ബാക്ക് സൈഡ് വ്യൂ. ആ കാണുന്നത് ഭവാനി പുഴയാണ് കേട്ടോ. കുറച്ച് മിസ്റ്റി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി കുറച്ച് കുറവാണ്. അടുത്തായിട്ട് നമുക്ക് രജിസ്ട്രേഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ട്രെക്ക് തമിഴ്നാടിൻ്റെ ഫോമാണ് നമുക്ക് ആദ്യം ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ക്യാപ്പും കുറച്ച് ബ്രൗഷേഴ്സും നമുക്ക് അവർ തരും കേട്ടോ. ഇവിടെ ഈസി, മോഡറേറ്റ്, ടഫ് എന്നീ 3 കാറ്റഗറിയിലാണ് കേട്ടോ നമ്മൾ ട്രക്കിംഗ് നടത്തുന്നത്. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് മോഡറേറ്റ് ലെവൽ ട്രക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ ഈ റിസപ്ഷന് മുകളിലായിട്ടൊരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ പോയിന്റ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. രാവിലെ 8 മണിക്കാണ് ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 6 കിലോമീറ്റർ നമുക്ക് ഇത് സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ട്രെക്ക് തമിഴ്നാടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത്. This is very good. The climate is also very good for trekking. We can slip anytime because of rain. ടോട്ടൽ 8 പേരാണ് നമ്മളുണ്ടായിരുന്നത്. 4 പേരുടെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ് നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുന്നത്. ഓരോ ട്രക്കിങ്ങിൻ്റെ ഗ്രൂപ്പിനും ഓരോ എക്സ്പീരിയൻസ്ഡ് ഗൈഡും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ആദ്യത്തെ 1 കിലോമീറ്ററോളം നമുക്ക് നോർമൽ റോഡ് തന്നെയാണ് വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ശരിക്കും കാട്ടിലേക്ക് എൻട്രി ചെയ്യുന്നത്. வீடியோ பிடிச்சு வைக்கிறது நம்ம எல்லாம் பிடிச்சிட்டாரு அது ரங்கசாமி பீச். ഓക്കെ, நம்ம இப்போ போகிறது പൊരുവാരി. ഈ റിസപ്ഷൻ പോയിന്റിൽ നിന്നും 2 ട്രെക്കിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് രംഗസ്വാമി പീക്കും ഒന്ന് പൊരുവരൈ റോക്ക് പെയിൻറ്റിങ്ങും. അപ്പോൾ നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോവാണ്.
இது வந்து சின்ன கொஞ்சம் தான் இருக்கும், லைட்டாக ஓரளவுக்கு தான் இருக்கும், அதில் ஃபுல்லாக தான் இருக்கும். வரைஞ்சிருக்கான் பொறிக்கப்பட்டிருக்கும். ஓகே. அது இந்த வேங்கப்பால் சொல்லுவாங்க, வேங்கப்பால், அதுக்கப்புறம் ஒரு மண் சாய், அதுக்கப்புறம் இந்த பாறையோட இந்த தூசி சொல்லுவோம், 3 மிக்ஸ் பண்ணி அதில் அப்படியே ட்ராயிங் பண்ணியிருக்கேன். சத்யாமங்கலம் டைகர் ரிசர்வ், ஓகே. ஈரோடு மாவட்டம். அதில் ஓகே ஓகே ஓகே. குட்டுமார பெரிய கல்லுமா அந்த தெரிய போட்டுருக்கு. ஓகே. இல்லை. அது மாதிரி இருக்கும். தண்ணி குடிச்சோன்னா ஸ்வீட்டாக இருக்கும். ஓகே. இனிக்கிற மாதிரி இருக்கும். மழை டைமில் மட்டும் தான் தண்ணி வர மாதிரி. ஓகே. அந்த டைமில் இருக்காது, கீழே தண்ணி தான் கீழே போயிடும். ஓகே ஓகே. ഉണ്ട്. വീഡിയോ എടുക്കാം. റോപ്പിൽ പിടിച്ചിറങ്ങി കേട്ടോ. ഫ്രണ്ടിൽ പോണോ? അതൊക്കെ പോട്ടെ. പോട്ടെ, പതുക്കെ പോട്ടെ. Guys, tell me, carefully go.
സോ അവസാനം നമ്മൾ റോക്ക് പെയിൻറ്റിങ്ങിനടുത്തെത്തി. പെയിൻറ്റിങ് ഇവിടെ നിറയെ ആനിമൽസ് എല്ലാം രാത്രി സ്റ്റേ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം കുറേ കാഷ്ടവും പിന്നെ അവർ കിടന്നതിൻ്റെ ഒക്കെ കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ആടുമാടുകളെ മേയ്ക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ക്ലൈമറ്റ് ആണ്. നിങ്ങൾക്കിവിടെ കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല ചാറ്റൽ മഴയുണ്ട്. എന്നാലും ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല ചിത്രങ്ങളും പൊടി പിടിച്ച് മങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. മൃഗങ്ങളെ വേട്ടയാടുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിത്രങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ പാറയുടെ മുകളിൽ നിറയെ തേനീച്ചക്കൂടുകളാണ് കേട്ടോ. ഇതെല്ലാം ആദിവാസികൾ വന്ന് തേനെടുക്കുന്ന സ്ഥലമാണെന്നാണ് ഗൈഡ് പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം 5000 വർഷങ്ങൾക്ക് മുന്നേ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത്. எல்லாமே இந்த பக்கம் பார்த்தா ஊர் தெரியும். வாழப்படியே ஓகே ஃபுல்லாக மிஸ்ட் நடக்குது. அப்படியே வராங்க, வேட்டையாடுறாங்க, ஆடு மாடு மேய்க்கிறாங்க. அப்படியே அவங்க வாழ்க்கை அப்படியே கொஞ்சம் இப்போ எப்படின்னா, இப்போ நம்ம சின்னதாக இருக்கும்போது ஸ்கூல் படிக்கிறோம், அதுக்கப்புறம் காலேஜ் அப்படியே அந்த மாதிரி அப்படியே வராங்க. கடைசியில் வரும்போது என்ன ஆகுறாங்கன்னா சண்டே வரும். மனுஷக்குள்ளேயே சண்டை நடக்குது. ஏன்னா வனமும் அப்படியே இருக்குது, அனிமல்ஸும் எங்கே போல அப்படியே மனுஷனே சண்டை போட்டு என்ன பண்ணுறான், எல்லாத்தையும் வேட்டையாட வந்தா இவன் கூட சண்டை வருது. நீ எப்படி பண்ணுறேன், இல்லை நான் அப்படியே பண்ணுங்க அப்படின்னு சொல்லி சண்டை பண்ணி லாஸ்ட்டில் பிரிஞ்சிருவோம். பிரிஞ்சதில் பாதி பேர் மட்டும்தான் இதில் வந்து இருந்து மற்றவங்களே வெளியே போயிட்டாங்க. இருந்தவங்க மட்டும் இந்த பெயிண்டிங் எல்லாமே பண்ணியிருக்கோம். இது 5000 வருஷத்துக்கு முன்னாடி மேலேயே இருக்கலாம். இது என்னன்னு கரெக்டாக தெரியல, நான் அப்படியே சொல்கிறாங்க. இதெல்லாம் டான்ஸ் ஆடுறது, விலங்கு என்னெல்லாம் வச்சு ஆமாம், அவங்க வேட்டையாடுறது, ஆடு மாடு போர் சண்டை போடுறாரு, அப்புறம் அவங்களுடைய பாரம்பரிய டான்ஸ் சொல்லிட்டு சாமி கும்பிட்றாரு. போருக்கான இதெல்லாம் எங்கே இருக்கு? அதெல்லாம் அவங்க முக்கியம் பார்த்து ഇവിടെ നമുക്ക് 400-ലേറെ ചിത്രങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അന്നത്തെ അവരുടെ ജീവിത രീതികളാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്.
அது போயிட்டு படிக்க வந்து கூலி வரும். ട്രക്ക് ടെർമിനലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ട്രക്ക് ടെർമിനലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ പോയ 8 പേരടങ്ങുന്ന ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.